ദേശീയ പണിമുടക്കിനെതിരെ പരമാവധി നെഗറ്റീവ് വാർത്ത കൊടുത്ത് അതിനെ പൊളിക്കാൻ കേരളത്തിലെ മാധ്യമ മുതലാളിമാരുടെ അടിമകളായിട്ടുള്ള കോല് തൊഴിലാളികൾ രാവിലെ മുതൽ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പതിവില്ലാതെ രണ്ട് വിദേശ പൗരന്മാരുടെ പ്രതികരണം പുറത്തേക്ക് വന്നത്. മനോരമയുടെ കോൽ തൊഴിലാളി സ്വയം ഒരു കോല് തൊഴിലാളിയാണ്, അവനും കൂടി വേണ്ടിയാണ് ഈ സമരമെന്ന് തിരിച്ചറിയാതെ രാവിലെ മുതലാളിയെ പ്രീതിപ്പെടുത്താൻ രണ്ട് വിദേശ പൗരന്മാരുടെ മുന്നിൽ കൊണ്ടുവന്ന് കോല് നീട്ടി. എന്തെങ്കിലും തടഞ്ഞാൽ സമരത്തിനെതിരെ അത് വെച്ച് കാച്ചാലോ. അതിനുവേണ്ടിയാണ് ജർമ്മൻ പൗരനോടും ഫ്രഞ്ച് പൗരനോടും ഈ സമരത്തെപ്പറ്റി ചോദിച്ചത്. എന്ത് വേണം, ആടപ്പാടലം തേഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതായത് നിങ്ങൾ ഇത്തരം സ്ട്രൈക്കുകൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവരുടെ നാട്ടിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇത്തരം സമരങ്ങൾ നടക്കാറുണ്ടെന്നും അവിടെ അത് പതിവ് കാഴ്ചയാണെന്നും പറയുമ്പോൾ ആ ചോദ്യം ചോദിച്ച കോല് തൊഴിലാളിയായിട്ടുള്ള മാപ്ര ഇളിഭ്യനായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജർമ്മൻകാരനും പറയുന്നു ഇതൊന്നും അവരുടെ നാട്ടിൽ ഒരു പുതുമയേ അല്ല എന്ന്. He's from France. I'm from France, yeah. You are from Germany. Germany. അപ്പോൾ ജർമ്മനിന്നും ഫ്രാൻസിന്നും രണ്ടുപേരാണ്. Do you have any information about bus strike today? Do you have any prior information? We got several information that all mixed and different. Like some people told us there's a strike starting at midnight. Some people told us the strike starts at 6 a.m. And now the bus station officer tells me that to understand that you are planning to visit Munnar. Munnar, correct, yeah. So that bus is there, but around 7:30 that bus will reach. Yeah, 7:50. 50. So how is the feeling of a bus strike? Hope you are facing it first in your life. No, not First time in life. I'm French, so there's strikes every 2 weeks in France. 2 weeks. Yeah. No bus service, no public transport system in. No planes, whatever. I'm used to it. It's okay. What about Germany? What is the situation in Germany? Is there any strikes there in? Yeah, we have like train strikes and plane strikes, like all of that. But normally it's But this kind of strike, have you ever faced? like here. No, in your native place also. I mean, there are always alternatives. Like we can always drive our own cars and always go by like taxi or whatever. So you can kind of make it to your destination somehow. It's just more costly most of the time. കേട്ടില്ലേ? ലോകത്താകമാനം അവകാശങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾ സമരം ചെയ്യുന്നത് പതിവാണ്. അത് ഫ്രാൻസ് എന്ന നാട്ടിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ നടക്കാറുണ്ടെന്ന് അവിടത്തെ പൗരൻ പറയുന്നു. ജർമ്മനിയിലും അതുപോലെ നടക്കാറുണ്ടെന്നും ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് പുതുമയല്ല, അതിനെ അവർ സംഭവമായി കാണുന്നില്ല എന്ന് പറയുന്നു. ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ സമരങ്ങളൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല, കാര്യം വിദേശത്തൊന്നും ഇത് ഇല്ല എന്നാണല്ലോ ഇവിടത്തെ മുതലാളി അടിമകളായിട്ടുള്ള കുറെ കോല് തൊഴിലാളികൾ പ്രചരിപ്പിക്കുന്നത്. മുതലാളിക്ക് വേണ്ടി മുതലാളി തന്നെ സൃഷ്ടിച്ചെടുത്ത ചില ബിംബങ്ങളെ കൊണ്ട് പറയിക്കുന്നതും വിദേശങ്ങളിൽ ഒന്നും അത്തരം സമരങ്ങളില്ല എന്ന്. പക്ഷേ എന്താണ് നിങ്ങളിപ്പോൾ കേട്ടത്? ഫ്രാൻസിൽ സമരമുണ്ട്, ജർമ്മനിയിൽ സമരമുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ അത് വർക്കൗട്ട് ആകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ നാടിനെ വീഴ്ത്താൻ വേണ്ടി കൊതുകടി കൊള്ളുന്നുണ്ടല്ലേ എന്ന ചോദ്യം ചോദിക്കുകയാണ്. ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം നാടിനെ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയിച്ച് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ പണി, ഇതിനേക്കാൾ അന്തസ് വ്യഭിചാരപ്പണിക്കുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. You came here to experience God's own country, but you have to face mosquito bite and wait in this bus stand. So how is the experience? I mean, I have like antihistamines, I have mosquito spray, I have everything, so I'm good, I think. So how long you have been here? In Croatia for 3 days, but all in India 6 weeks maybe. I don't have a flight back yet, so I don't know yet. Yes. What about your strike day experience? I'm okay. I mean, I'm used to it. Good old India, so I'm good with it. നോക്കണേ, തൊഴിലാളികളുടെ സമരം മുതലാളിമാരാൽ സ്പോൺസർ ചെയ്യപ്പെട്ട കുറെ അടിമകളെ കൊണ്ട് എങ്ങനെയാണ് പൊളിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണണം. അവരുടെ എല്ലിൻ കഷ്ണം കടിച്ചു പിടിച്ചുകൊണ്ട് അവര് പറയുന്ന കാര്യം തൊഴിലാളിയാണെന്ന് മറന്നുകൊണ്ട് അവർ പോറ്റി വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ പോലെ എത്ര അനുസരണയോടുകൂടിയാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവന്റെയൊക്കെ ഉള്ളിൽ ചെയ്യുന്ന ജോലി തൊഴിലാളിയുടെ ജോലിയാണെന്ന് പോലും അറിയാതെ ഞങ്ങൾ AC കാറിൽ വരുന്നു, കയ്യിൽ കോലിരിക്കുമ്പോൾ ഇത് തൊഴിലാളിയല്ല സ്വയം മുതലാളിയാണെന്ന് വിചാരിക്കുന്ന ഇമാതിരി ഊളകൾ ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഇവരുടെ അതേ മേഖലയിലെ മാധ്യമം എന്ന പത്രത്തിന്റെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല. ഏത് തൊഴിലാളികൾക്ക്? അവർക്ക് വേണ്ടി ഇതുവരെ വാ തുറന്നിട്ടില്ല. ആ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്തത് ഇവരുടെ പ്രശ്നവുമല്ല. പൈസയുള്ള മുതലാളിമാർക്ക് മുന്നിൽ പോയി വിനീതദാസന്മാരായി
അവരുടെ നിർദ്ദേശാനുസരണം ആരുടെ മുന്നിലും കോല് നീട്ടി ഒച്ചത്തിൽ കുരയ്ക്കാൻ പറഞ്ഞാൽ കുരയ്ക്കാൻ മനോഭാവമുള്ളവരാണ് കേരളത്തിലെ മാപ്ര അടിമകളെന്ന് തെളിയിക്കുന്നതാണ് ഇമാതിരി ഒരു പ്രതികരണം എടുക്കാൻ തുനിഞ്ഞതിലൂടെ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഹർത്താലിനെതിരെ ഗർഭിണികളുടെ പ്രതികരണം, അല്ലെങ്കിൽ രോഗികളുടെ പ്രതികരണം തുടങ്ങി പലതരത്തിലുള്ള സീരീസ് ഓഫ് പ്രതികരണങ്ങളിൽ നിന്ന് ഒരു ചേഞ്ച് ആക്കാൻ വേണ്ടിയാണ് സായിപ്പിന്റെ അടുത്ത് പോയി തേഞ്ഞു പോയതെന്ന് പറയേണ്ടി വരികയാണ്.